ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. അനുയോജ്യമായ ജീവിത വിശുദ്ധിയും നിർമ്മലതയും സത്യസന്ധതയും നാം കാത്തു സൂക്ഷിക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്രകാരം ദൈവിക വിശുദ്ധിയും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കുന്ന ഒരുവനെ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. 1. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും 2. ശത്രുവിനെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും ശുഷ്കാന്തിയോടെ ദൈവം നിനക്ക് വേണ്ടി ശ്രദ്ധയോടെ നടക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവിക വിശുദ്ധിയെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരാതനനായ ദൈവം അവൻ്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങൾ ദൈവം അവന് വേണ്ടി അരുളി ചെയ്ത് നടത്തുന്നു. അതെ, ശാശ്വത ഭുജങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിലും കഷ്ടങ്ങളുടെ മുമ്പിലും നാം പിറുപിറുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുക. ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. ദൈവം നമ്മെ കരുതുന്ന കർത്താവാണ്, വിടുവിക്കുന്ന ദൈവമാണ്. നിർണായകമാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ കരം പിടിച്ചുയർത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം ആരുടെയെങ്കിലും വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സക്കായിയുടെ പാഠം നമുക്ക് ഒരനുഗ്രഹമായി തീരണം. കാരണം സക്കായി യേശുവിനോട് പറയുകയാണ്, പലതും അന്യായമായി എൻ്റെ വീട്ടിലുണ്ട്, എന്നാൽ അതൊന്നും ഞാൻ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം 4 ഇരട്ടിയായി മടക്കി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം, സമൂലമായൊരു മാനസാന്തരം നമുക്ക് ആവശ്യമുണ്ട്. പ്രഹസനങ്ങളും ബഹളങ്ങൾക്കും ദൈവസന്നിധിയിൽ സ്ഥാനമില്ല. ദൈവം പുറമേ ഉള്ളത് നോക്കുന്നില്ല. ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തതയും സത്യവും നിർമ്മലതയും നിലനിർത്തുവാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിച്ച് അത്ഭുതമായി നമ്മെ നടത്തും.